നമസ്കാരം. 21 ദിവസത്തിനകം പണം ഇരട്ടിപ്പിക്കും. പെട്ടെന്ന് പണക്കാരനാകാനുള്ള ചിട്ടി ഫണ്ടിനെ കുറിച്ച് കേട്ടപ്പോൾ രാജു ശ്യാമിനെയും ബാബുറാവു ഗണപതറാവു ആപ്തയെയും വിവരം ധരിപ്പിച്ചു. ബംഗ്ലാവ് വിറ്റും കുറച്ചു തുക കടം വാങ്ങിയും മൂവരും ലക്ഷ്മി ചിറ്റ് ഫണ്ടിൽ 1 കോടി രൂപ നിക്ഷേപിച്ചു. 3 ആഴ്ചയ്ക്കകം 2 കോടി കിട്ടുമെന്ന മനക്കോട്ടയും കിട്ടി. എന്നാൽ 21 ദിവസത്തിനകം അവർക്കെല്ലാം പണം നഷ്ടമായി. ഫിർ ഹേര ഫേരി എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ കഥ അക്ഷരാർത്ഥത്തിൽ ബംഗളൂരുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിനകം വാർത്തകളിൽ നിറഞ്ഞ എ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് തട്ടിപ്പിൽ പ്രതികളായ മലയാളി ദമ്പതികൾ ടോമി എ വർഗീസ്, ഷിനി ടോമി എന്നിവർ എവിടെയെന്ന് ആർക്കും പിടിയില്ല. കഴിഞ്ഞ 25 വർഷമായി ബംഗളൂരുവിൽ കഴിയുന്ന ടോമിയും ഷിനിയും നിക്ഷേപത്തിന് 15 മുതൽ 20% വരെ വലിയ ലാഭമാണ് ചിട്ടിയിലൂടെ ഇരുവരും വാഗ്ദാനം ചെയ്തത്. തുടക്കത്തിൽ കൃത്യമായ ലാഭം നൽകിയിരുന്നതായി ഇരകളായ നിക്ഷേപകർ പറയുന്നു. ബംഗളൂരു നഗരത്തിലെ രാമമൂർത്തി നഗറിലായിരുന്നു ഓഫീസ്. 2 പതിറ്റാണ്ടായി നേടിയെടുത്ത നിക്ഷേപകരുടെ വിശ്വാസവും പണവും വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ഇരുവരും പെട്ടെന്നൊരു ദിവസം മുങ്ങിയത്. പല നിക്ഷേപകരും തങ്ങളുടെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചു. സ്ഥലം വിറ്റും മറ്റുമാണ് പലരും നേട്ടം മോഹിച്ച് നിക്ഷേപിച്ചത്. പതിറ്റാണ്ടോളം കൃത്യമായ റിട്ടേണുകൾ കിട്ടിയതോടെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ സമീപകാലത്ത് പണം വരവ് നിലയ്ക്കുകയും ദമ്പതികളെ ഫോണിൽ കിട്ടാതാകുകയും ചെയ്തു. ഏകദേശം 300ഓളം നിക്ഷേപകരാണ് പോലീസിന് പരാതി നൽകിയത്. ഇവരെല്ലാം വൻ തുകകൾ നിക്ഷേപിച്ചതായിട്ടാണ് വിവരം. രാമമൂർത്തി നഗർ സ്വദേശിയായ PT സാബിയോ നൽകിയ പരാതിയിൽ തന്റെ പക്കൽ നിന്ന് 70 ലക്ഷം രൂപ ദമ്പതികൾ തട്ടിയെടുത്തതായി പറയുന്നു. ഇവരുടെ ചിട്ടി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലും ദമ്പതികളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലുമാണ് മിക്കവരും പണം നിക്ഷേപിച്ചത്. എന്റെയും കുടുംബത്തിന്റെയും കയ്യിൽ നിന്ന് 70 ലക്ഷം തട്ടിയെടുത്തു. അതുപോലെ പലരിൽ നിന്നായി കോടികളും. കമ്പനിയുടെ ഓഫീസിൽ പോയപ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇരുവരെയും കാണാനില്ലായിരുന്നു. ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. സാവിയുടെ പരാതിയിൽ ഇങ്ങനെ പറയുന്നു. ജൂലൈ 3 മുതലാണ് ദമ്പതികളെ കാണാതായത്. കേസെടുത്ത പോലീസ് ദമ്പതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും ഇവരെക്കുറിച്ച് വിവരം നൽകണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ചിട്ടി കമ്പനി നടത്തിവരുന്ന ദമ്പതികൾ ആദ്യകാലത്ത് ചെറിയ നിക്ഷേപങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഏകദേശം 5 ലക്ഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾ. ചെറിയ തുകയുടെ പരിധി ആയതുകൊണ്ട് തന്നെ നിക്ഷേപ സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. എന്നാൽ കാലം മാറിയതോടെ ചിട്ടി കമ്പനി നടത്തിപ്പിന് തന്ത്രങ്ങൾ മാറ്റി. സ്ഥിര നിക്ഷേപത്തിൽ അസാധാരണമായ റിട്ടേണുകളാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. വൻ തുകകൾ വാഗ്ദാനം ചെയ്തതോടെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടി. ചിലർ 1.5 കോടി വരെ നിക്ഷേപിച്ചതായിട്ടാണ് വിവരം. വളരെ വേഗത്തിൽ ലാഭം കിട്ടുമെന്നതാണ് നിക്ഷേപകർക്ക് ആകർഷകമായത്. ടോമി എ വർഗീസ് പൊടുന്നനെ മുങ്ങിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. തന്റെ കുടുംബത്തിനുള്ളിൽ ഒരാൾക്ക് അസുഖം കൂടിയെന്നും പെട്ടെന്ന് തനിക്ക് ആലപ്പുഴയിലേക്ക് പോകണമെന്നും നിക്ഷേപകരെ അറിയിച്ച ശേഷമാണ് സ്ഥലം വിട്ടത്. എന്നാൽ അതിനുശേഷം ഫോണിൽ കിട്ടാതെയായി. മുങ്ങിയതാണെന്ന സംശയം ഉയർന്നതോടെ തട്ടിപ്പിനിരയായെന്ന സംശയം പ്രബലമായി. ഇതോടെയാണ് പോലീസിൽ പരാതി എത്തിയത്. തിങ്കളാഴ്ച വരെ 289 നിക്ഷേപകരാണ് ബംഗളൂരു രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതികളുമായി എത്തിയത്. 100 കോടി തട്ടിയെന്നാണ് സൂചനകൾ. 1 ലക്ഷം രൂപ മുതൽ 4.5 കോടി രൂപ വരെ എ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിച്ചവരുണ്ട്. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള മലയാളികളുടെ കൂട്ടായ്മകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ടോമി. ദമ്പതികൾ KR പുരത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റും വിൽപ്പന നടത്തി. ദമ്പതികളുടെ മകൾ ബംഗളൂരുവിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു മകൻ ഗോവയിലും മറ്റൊരാൾ കാനഡയിലുമാണെന്നാണ് സൂചന. കാനഡയിലെ മകന്റെ അടുത്തേക്കാണ് ഇവർ പോയതെന്നാണ് വിലയിരുത്തൽ. സ്ഥാപനത്തിന്മേൽ വിശ്വാസം വളർത്തുന്നതിനും ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുമായി സുഹൃത്ത് ബന്ധങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ടോമിയും ഷിനിയും മതപരമായ ഒത്തുചേരലുകളിലും ഉത്സവങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും എ ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എന്ന കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഈ പരിപാടികളിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് പണം നിക്ഷേപിച്ചവരാണ് വെട്ടിലായത്. 3 മാസം മുൻപ് ഒരു നിക്ഷേപകൻ ടോമിയെ കാണുകയും ജൂലൈയിൽ അത്യാവശ്യമായി നിക്ഷേപിച്ച തുക തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സമ്മതിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ദമ്പതികളെ കാണാനില്ല. ഇരുവരും പതിവായി ഓഫീസിൽ വരുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് 2 പേരെയും കാണാതായി. RBI നിയന്ത്രണങ്ങൾ അനുസരിച്ചാണെന്നും ലേല തീയതി മുതൽ 30 ദിവസത്തിന് ശേഷം സമ്മാനത്തുക പുറത്തിറക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് പല പദ്ധതികളും ഇവർ അവതരിപ്പിച്ചിരുന്നു.